എടി പെണ്ണെ, എപ്പോഴും ഇങ്ങനെ വായിച്ചു വിട്ടുന്ന പ്രാന്ത് പിടിക്കുകയുള്ളൂ. ഓ പിടിക്കട്ടെ, ക്ലാസ്സിൽ പോയാൽ പഠിച്ചെങ്കിലല്ല പിന്നെ എങ്ങനെയാ? ഞാൻ പിന്നെ എന്താ ചെയ്യുന്നത്? ഓ അതിന് ഞാൻ പറഞ്ഞു തരണം. നീ രവിവർമ്മയെ നോക്കിക്കൊണ്ടിരിക്കും, വേറെന്താ ജോലി? അയ്യോ സൂസി, അങ്ങനെയൊന്നും പറയില്ലേ. ഞാൻ മനസ്സിൽ പോലും കരുതാത്ത കാര്യമാണ്. പക്ഷേ ഞാൻ കണ്ട കാര്യമാണ്. സൂസി എന്ത് കണ്ടു? ഞാനൊന്നും കണ്ടില്ല. പോരെ, നീ എന്നോടൊന്നിച്ചിക്ക് പുറത്തേക്ക് വരുന്നുണ്ടോ? എനിക്ക് വളരെയേറെ പഠിക്കാനുണ്ട്. അപ്പോൾ എനിക്കൊന്നും പഠിക്കാനില്ലായിരിക്കും. സൂസിക്ക് പഠിച്ചില്ലെങ്കിൽ എന്താ, വായിച്ചില്ലെങ്കിൽ എന്താ, തോറ്റാൽ എന്താ? നിങ്ങളെല്ലാം പണക്കാർ, ഞാൻ പാവപ്പെട്ടവളാണ്. സർക്കാരിൽ നിന്നും കിട്ടുന്ന സ്കോളർഷിപ്പ് കൊണ്ടാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ കൂടുതൽ ശ്രദ്ധിച്ച് പഠിക്കണ്ടേ? മതി നിന്റെ പ്രസംഗമല്ല. വരും, നമുക്ക് പുറത്തുപോയി കുറച്ച് നടന്നിട്ട് വരാം. എങ്കിൽ അത് പറഞ്ഞാൽ പോരെ. രവിവർമ്മയുടെ കാര്യം എന്തിനു പറയുന്നു അല്ലേ? കണ്ടോ, പിന്നെയും അത് തന്നെ പറയുന്നു. ഇല്ല, ഞാൻ വരുന്നില്ല. ഇല്ല, ഇനി ഞാൻ പറയുകയില്ല. വരും. രവിവർമ്മ എന്നെ ഇപ്പോൾ ശപിക്കുന്നുണ്ടാകും. എന്തിന്? ഒന്ന് വെറുതെ എരിയടി കള്ളി. രവിവർമ്മയെ പറ്റി പറയുമ്പോഴെല്ലാം നിനക്ക് വലിയ പേടിയാണ്. പക്ഷേ നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ രഹസ്യമായ ഏർപ്പാടുകൾ ഉണ്ടെന്നുള്ളത് തീർച്ച. അയ്യോ, ഈ സൂസി പറയുന്നു കേട്ടോ, രഹസ്യമായ ഏർപ്പാടുകളോ? നീ അറിയാതെയോ? ഈ വക ഏർപ്പാടുകൾ ദൈവം പോലും അറിയില്ലെന്നാ വയ്പ്. അല്ല, ധീരൻ നേരെ ഇങ്ങോട്ട് തന്നെയാണല്ലോ. ഞാൻ പോയേക്കാം. അയ്യോ സൂസി, പോവല്ലേ. ദേ, വേല ഇറക്കരുത് കേട്ടോ. ആ, ഞാൻ പോയി ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാം. വരുമ്പോൾ ഇവിടെ തന്നെ ഉണ്ടാകണം. സൂസി, ഞാൻ മാപ്പ് ചോദിക്കാൻ വന്നതാണ്. ഞാൻ കാരണം മാലതിക്ക് പലപ്പോഴും അപമാനം നേരിടേണ്ടി വരുന്നു. ക്ലാസ്സിൽ നിന്ന് മാലതിയുടെ ചിത്രം വരച്ചത് ഞാൻ അതേക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. പക്ഷെ മറ്റുള്ളവർ മാലതിയെ കളിയാക്കുന്നില്ലേ? ഓ സാരമില്ല, ഇനിയെങ്കിലും അതൊന്നും ആവർത്തിക്കാതിരുന്നാൽ മതി. യാതൊരു രക്ഷയുമില്ല. ഞാൻ എത്ര ശ്രമിച്ചാലും ആവർത്തിക്കാതിരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എന്റെ മനസ്സ് മുഴുവൻ മാലതിയാണ്. അത് ഞാൻ ഒരു വലിയ ക്യാൻവാസിലേക്ക് പകർത്തും. അയ്യോ വേണ്ട, അത് പാടില്ല. എന്ത്? മറ്റെന്തെല്ലാം മറന്നാലും നമ്മൾ പരസ്പരം മറന്നുകൂടല്ലോ. എല്ലാം ഓർമ്മിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. മാലതി ചാത്തൻ മാസ്റ്ററുടെ മകളാണ്. അങ്ങ് ശ്രീവാഴും കോവിലകത്തെ തമ്പുരാനാണ്. പക്ഷേ മാലതിയുടെ മുന്നിൽ വേണ്ട, ബാക്കി പറയണ്ട. അത് പറഞ്ഞുകൂടാ, പറഞ്ഞുകൂടാ. ഒരു ചെറിയൊരു സംശയം. പാത്നിയ ഉപ്പൊന്ന് സംശയം തീർക്കാനേ. ഉണ്ണി മലയാളി തന്നെയാ? മലയാളി തന്നെ. ഉണ്ണിയല്ല, സരസൻ. ആ കേട്ടോ, രസിയൻ. സരസൻ അല്ല സരസൻ. നമ്മുടെ കൊച്ചമ്പ്രാൻ എവിടാ താമസിക്കുന്നത്? ശ്രീവാഴംകുളത്ത് കൊച്ചമ്പ്രാനെ. രവിവർമ്മ അദ്ദേഹം ആ കാണുന്ന ഹോസ്റ്റലിലെ താമസം. റൂം നമ്പർ 2. വിട്ടോ? റൂം നമ്പർ, അതായത് മുറി, 2ാം നമ്പർ മുറി. വലിയ ഉപകാരം കേട്ടോ. കുഞ്ഞ ഇക്കണക്കിന് പോയാൽ നന്നാവും. പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ജീവിതം. എവിടെ പോയാവോ? മുറിയൊക്കെ വെച്ചിരിക്കുന്ന ഒരു പരിഷ്കാരത്തിലാണ്. കോലത്തുനിന്ന് പോണ ആളൊക്കെ ഒന്ന് മാറിയിരിക്കണോ? ഉപ്പായത്തിന്റെ ഒക്കെ ഒരു പരിഷ്കാരേ. കാൽശരായല്ലേ ഇത്? തച്ചു വെച്ചിരിക്കുന്ന ഒരു ശേലേ.
ഇതെങ്ങനെയാണോ ശരീരത്തിലേക്ക് അങ്ങോട്ട് ഇടുക? ശരായി അല്ലെന്ന് വരുമോ? ആ മണ്ടൻ, ഇത് ശീത സമയത്തേക്കുള്ളതാ. കംപ്ലീറ്റ് ഐ സ്വർണ്ണല്ലേ വച്ച് തുന്നിരിക്കണത്. കൊല്ലണ്ടോ കൊല്ലണ്ടോ, കൊച്ചമ്പ്രാന്റെ മുറിയിൽ നിരിച്ചിങ്ങോട്ട് കയറിയെന്നേ ഉള്ളൂ. ക്ഷമിച്ചേക്കണം കേട്ടോ. കൊച്ചിയമ്പ്രാനോ? ഏത് കൊച്ചിയമ്പ്രാൻ? രവിവർമ്മ തമ്പുരാൻ. രവിവർമ്മ? ബോയ് ഓ ഗേൾ? ഇയാള് കള്ളനാണ്, വിടാൻ പാടില്ല. എന്തുണ്ടായി? അല്ല, ഇത് വാര്യരല്ലേ, ഇവിടെ എങ്ങനെ വന്നു? ഒന്നും പറയണ്ട എന്റെ മാലതിയെ, എന്നെ ഒന്ന് രക്ഷിച്ചോളൂ. ഇവരെടുത്ത് കൊല്ലൊന്ന് പറയൂ ആദ്യമായിട്ട്. മാലതി അറിയുമോ ഇയാളെ? പിന്നെ അങ്ങ് രവിവർമ്മയെ കാണാൻ വന്നതാണ്. അതെന്റെ മാലതിയെ, ഒരു അക്ഷീരം പിടിച്ച ശനിയം പറഞ്ഞു തമ്പുരാൻ ഇവിടാ താമസം എന്ന്. അറിയാണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. എന്നെ ഒന്ന് രക്ഷിക്കണ്ട മാലതിയെ. പാവം, ഏതോ വിറ്റി പറഞ്ഞ് കബളിപ്പിച്ചതാ. അദ്ദേഹം അപ്പുറത്തുള്ള ഹോസ്റ്റലാണ് താമസിക്കുന്നത്. നിങ്ങളൊക്കെ ഒന്ന് മാറി നിൽക്കും, അദ്ദേഹം ഒന്ന് പോട്ടെ. മാലതിയെ, മോക്ഷം കിട്ടും. ഇത് ഒരു നാരീപുരമാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. ശിവ ശിവ, എന്താ കഥ. അല്ല, 3-4 കോളേജുമാരികൾ അങ്ങോട്ട് ചുറ്റുക, നടുക്കൊരു വാരം അങ്ങോട്ട് അകപ്പെടുക. അയ്യോ, ഇവരെയൊക്കെ പഠിപ്പിക്കുന്ന വാദ്യാന്മാരുടെ കാര്യം കട്ടാണേ. ഇത് ഒന്നങ്ങോട്ട് മാറ്റിട്ടേക്കണേ. ഇതൊന്നും പിടിച്ചോളൂ. ഇത് തന്നെയാണോ കൊച്ചമ്പ്ര താമസിക്കുന്ന മുറി? അതെ അതെ, കൊച്ചമ്പരന്റെ റൂം തന്നെ. കൊച്ചമ്പ്ര എവിടെ ആണാവോ? കൊച്ചമ്പരം പുറത്തു പോയിരിക്കുകയാണ്. വരൂ, എന്തൊക്കെയാ കൊണ്ടുവന്നത്? ഈ തൊപ്പിയൊന്ന് വെക്കൂ, ഞങ്ങളൊന്ന് കാണട്ടെ. വേണ്ട കുട്ടിയെ, എന്നെ കൊണ്ട് കോമാളി വേഷമൊന്നും കെട്ടിക്കണ്ട. അല്ല, ഒന്ന് വെക്കൂ. 7 ദോഷം ഉണ്ടാവും. Attention! Attention! Left, right, 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 എന്റെ ഭഗവാനേ! അല്ല, വാര്യരല്ലേ ഇത്? വേഷം കൊള്ളാമല്ലോ വാര്യര്. നിങ്ങൾ എല്ലാവരും കൂടി വാര്യ ശരിപ്പെടുത്തി കളഞ്ഞല്ലോ. അടിയും കൊണ്ടുവന്ന 2 പേരുടെ കണി വാങ്ങിയും 2 പൊതി പലഹാരവും ഇവര് തൊട്ടാശുദ്ധാഗ്രഹമോ? അതൊന്നും സാരമില്ല. വാര്യർ എന്തിനാ വന്നു? ഫീസ് അതൊക്കെ അങ്ങോട്ട് അഴിച്ചു കളഞ്ഞേട്ടെ. എന്റെ പൊന്നലിയാതെ അഴിപ്പിക്കരുത്. ഞങ്ങൾ എന്ത് പ്രയാസം ചെയ്തിട്ടാണത്? രൂപ ഞാൻ എടുക്കണമെന്ന്. രൂപ മതിയല്ലോ. ഇതാ, ഇനി വാര്യർ പൊയ്ക്കോളും. ആ വേഷമൊക്കെ അഴിച്ച് വാങ്ങിച്ചിട്ട് വാര്യരെ വിട്ടേക്കും. എന്തൊരു കഷ്ടമാണിത്. യാതൊരു രക്ഷയില്ല അലിയ. വാര്യര് സ്വല്പം അന്തസ് തന്നെ അങ്ങ് പോയിക്കോട്ടെ. വേഷം ലാഭത്തിറങ്ങിയ കോഴിയെ പോലെ ഈ പട്ടാള വേഷം ഇട്ടുണ്ട് എങ്ങനെ അങ്ങോട്ടേ പോവുക? ആളെ ആക്ഷേപിക്കില്ലേ, ചിരിക്കില്ലേ? നന്നാവില്ല. അശ്ലീലങ്ങളാ. ആ സുവോളജി ബുക്ക് തരാമോ? ഇല്ല ഇല്ല, പാട്ടിനായാലും മതി. സംശയം തീർക്കാനാ ചോദിച്ചേ. ഉണ്ണി, നമ്മള് നേരത്തെ കണ്ട ആ സ്ഥലത്തും തന്നെ അല്ലേ? ഉണ്ണി അന്വേഷിച്ചാൽ നടക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു സംശയം.
ഉണ്ണി അച്ഛൻ എന്നുള്ള വാക്ക് ഏകവചനത്തിലാണോ ബഹുവചനത്തിലാണോ ഉപയോഗിക്കുക? എടാ, നീ ഒന്നും നന്നാവില്ല. എന്നും ഈ കാലവയ്ക്കകത്ത് കിടക്കുകയുള്ളൂ. തിരുമേനി പോണില്ലേ? ഇനി പൊയ്ക്കോളൂ. ഇന്നൊന്നും പോണില്ല മാധവിക്കുട്ടി. നിന്നെ ആ കൊശവൻ തല്ലിന്ന് അങ്ങോട്ട് കേട്ടപ്പോഴേക്കും നമ്മുടെ ശരീരം ആകെ തളർന്നു കഴിഞ്ഞിരിക്കണം. ഇന്നിനി ഇവിടെ തന്നെ ആയിക്കോട്ടെ മാധവിക്കുട്ടി. തിരുമേനി ഇവിടെ വരണേന്ന് വലിയ സംശയ. നീ പറഞ്ഞില്ലേ മാധവിക്കുട്ടി ആ ഏഭ്യനോട്? വെറുതെ എന്റെ ശാപ വാങ്ങിക്കണ്ടെന്നാ പറഞ്ഞോളൂ. ബ്രാഹ്മണ ശാപ നിന്ന അങ്ങോട്ട് ഫലിക്കുക. അവൻ തല്ലിത്രേ. കൈ കൊണ്ടാ? രണ്ട് കൈയും കൂട്ടിയിട്ട ഒരപ്പറയിൽ നെല്ലൂത്തന എങ്ങനെ? അങ്ങനെയാ. നല്ല ശക്തി ഉണ്ടായിരുന്നാവോ? പിന്നില്ലേ. എന്തോ മാധവിക്കുട്ടി? നിന്നെയല്ല ഇവിടെ പുറത്ത് പട്ടി നിൽക്കുന്നു. കഥ തുറക്കൂ. പട്ടി കളിക്കുന്നേ കഥ. ആരാത്? കോളേജിൽ പോയിരിക്കാം. എന്ന് കൂട്ടിക്കോളൂ. സംശയിക്കണ്ട, ഞാൻ തന്നെയാ. കഥവ് തുറന്നോളൂ. അയ്യോ, നിങ്ങൾ ഇവിടുന്ന് പോയിട്ട് പട്ടാളത്തിൽ ചേർന്നു. പൂ ഒന്നും ചോദിക്കണ്ട. എന്തിനാ വന്നെച്ചാ പറഞ്ഞോളൂ, അല്ലെങ്കിൽ ബ്രഹ്മഹത്യ ഇപ്പോഴും നടക്കും. തോക്കണ്ടോ വിട്ടുണ്ണിയേ? തോക്കണ്ടോ? അത്രക്കൊന്നും ഇവിടെ ഒന്നും ഉണ്ടായില്ല വിട്ടുണ്ണിയേ. ഒന്നും സംസാരിക്കണ്ട. നോമൊക്കെ കണ്ടിരിക്കണു. തിരുമേനി ഇങ്ങോട്ട് വരണം. ഇവിടെ നിൽക്കൂ, ഇവിടെ നിൽക്കൂ. ഈ കുപ്പായം അങ്ങോട്ട് ഇട്ടോ. അത്രക്ക് വേണോ വിട്ടുണ്ണിയേ? വേണം. നോവല്ലേ നിശ്ചയിക്കണത്. കിട്ടുണ്ണിയേ, അത്രക്ക് വേണോ വിട്ടുണ്ണിയേ? ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. കിട്ടുണ്ണിയേ, ഒരു കാര്യം, ഇത് പുറത്താരും അറിയട്ടോ കിട്ടുണ്ണിയേ? ഹേയ്, ആരും അറിയില്ല. പസ്സലായിട്ടുണ്ട്. നമ്പൂരി വാരിസാർ, നമ്പൂരി വാരിസാർ. പിന്നെ നാവനങ്ങുമ്പോ കാലനങ്ങാതിരിക്കണം എന്നില്ല. നേരം വെളുക്കണ വരാൻ നിന്ന നിർബാധം അങ്ങോട്ട് ചവിട്ടിക്കോളൂ. തിരുവേലിയുടെ കൈതിരിപ്പിനെ ഇതൊക്കെ തന്നെയാ ചിട്ട. ഈ കോളേജ് എന്ന് പറഞ്ഞാലേ അതൊരു വൈകുണ്ഠം തന്നെയാ. അടിയൊന്നും പറയാനില്ല. ഉണ്ണി നന്നായിരിക്കണോ ആവോ? കൊച്ചമ്മനെ കണ്ട ഇപ്പൊ അറിയില്ല. അത്ര എണ്ണങ്ങൾ മാറിയിരിക്കുന്നു. എന്തേ ഉണ്ണി അത്രയ്ക്ക് അങ്ങോട്ട് ക്ഷണിച്ചുവോ? കൊച്ചമ്പ്രാൻ ഇനി അങ്ങനെ നന്നാവില്ല. അത്ര എണ്ണ നന്നായിരിക്കും. ആ ഒരു വേഷവും മീശയും മുഖത്തെ ആ ഒരു പ്രഭയും. ഉണ്ണിയുടെ കൂട്ടുകെട്ടൊക്കെ എങ്ങനെയാണെന്ന് കിട്ടുന്ന അന്വേഷിച്ചുവോ? ഇത്ര കണ്ട് സ്നേഹമുള്ള ഒരു കൂട്ടം കുട്ടരെ കാണാൻ കിട്ടില്ല. അറിയാൻ ആ വാതിക്കലേക്ക് അങ്ങോട്ട് എത്തിയതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് പൊക്കിയിരുന്നില്ലേ. പിന്നെ പോള നിലം തൊടിയിച്ചിട്ടില്ല. കൊച്ചമ്പ്രാൻ അത്ര സ്ഥാനാ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അടിയൻ ചെന്നോളാം എന്ന് ഉറപ്പ് കൊടുത്തതിന് ശേഷം അടിയനെ വിട്ടോളൂ, അല്ലെങ്കിൽ വിടില്ല. ഉണ്ണിയേട്ടൻ എല്ലാവരും അന്വേഷിച്ചോന്ന് ചോദിക്കുമ്മേ. അത് നിനക്കങ്ങോട്ട് ചോദിച്ചൂടെ? എന്താ കിട്ടുണ്ണിയെ, ഉണ്ണി എല്ലാവരെയും അന്വേഷിച്ചുവോ? അന്വേഷിക്കാൻ എവിടാ സമയം? സർക്കാർ ഒഴിഞ്ഞിട്ട് നേരം കിട്ടില്ല. എന്താ തൃപ്തിയായോ? മാലതി ഇത്രയേറെ ഭയപ്പെടുന്നതിന് ധൈര്യമായിരിക്കും. ഞാൻ പാവപ്പെട്ടവളാണ്. അത് വെറും സങ്കല്പം മാത്രം. സത്യവും അതാണ്. പഴയ സത്യങ്ങൾ പലതും ഇന്ന് അസത്യങ്ങളാണ്. പക്ഷേ പലരും അംഗീകരിച്ചെന്ന് വരില്ല. സത്യത്തെ അംഗീകരിക്കാത്തവരെ അവഗണിച്ചേക്കുക. മറ്റൊന്നും നോക്കരുത്. ഇതിൽ ഞാൻ മാത്രമായിരുന്നെങ്കിൽ സാരമില്ലായിരുന്നു. ഞാൻ കാരണം എനിക്കുകൂടി അപകടമുണ്ടാകുമെന്നായിരിക്കും. ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ ജാതിയുടെയും മതത്തിന്റെയും മുന്നിൽ ഞാൻ ഒരിക്കലും പരാജയപ്പെടാൻ പോകുന്നില്ല. മാലതി എന്ന് വിശ്വസിക്കും. പക്ഷേ ചില ബന്ധങ്ങളുടെ മുന്നിൽ പരാജയപ്പെടേണ്ടി വരും. ബന്ധങ്ങളൊന്നും ബന്ധനങ്ങളാകാൻ ഞാൻ സമ്മതിക്കില്ല.
അതെല്ലാം നിർത്തേണ്ട സ്ഥലത്ത് നിർത്താൻ എനിക്കറിയാം. മാലതിക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയുമോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപേക്ഷ കൊണ്ട് ആരും സ്നേഹിക്കാറില്ല. ഇഷ്ടമുണ്ടെങ്കിൽ സ്നേഹിക്കും. എന്തു പറയുന്നു? എന്റെ സ്നേഹത്തിന് ഒരു ശിക്ഷ കൂടിയുണ്ട്. അത്ര വലിയ അപകടമൊന്നും ഇക്കാര്യത്തിലുണ്ടെന്ന് തോന്നുന്നില്ല. ജാതിയും മതവും എന്നൊക്കെ പറയുന്നത് ഇന്നൊരു പ്രശ്നമേ അല്ല. എഴുത്തിലും പ്രസംഗത്തിലും മാത്രം, ജീവിതത്തിൽ നേരെ മറിച്ചാണ്. ജാതിക്കെതിരായി നിയമം ഉണ്ടാക്കുന്നവർ പോലും ജാതിയുടെ അടിമകളാണ്. എങ്കിൽ ഞാനെങ്കിലും അങ്ങനെ അല്ലെന്ന് വിശ്വസിക്കും. ഞാൻ വിശ്വസിക്കാം. മറ്റൊന്നും എനിക്ക് പറയാനില്ല. ഇനിയെല്ലാം അങ്ങ് തീരുമാനിച്ചാൽ മതി. എന്റെ കാര്യമല്ലേ എനിക്ക് തീരുമാനിക്കാൻ കഴിയും. എന്റെ കാര്യം കൂടി ഞാൻ അങ്ങേ ഏൽപ്പിക്കുന്നു. ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ പോട്ടെ, സമയം വളരെയായി. നിർബന്ധമാണെങ്കിൽ പോകാം. പക്ഷേ നാളെ ശനിയാഴ്ചയാണ്. നമ്മൾ വീണ്ടും കാണുന്നു. എന്താ?